കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. ബാക്കി അല്ല, ബെഡ് ഉണ്ട്. അതല്ല ബെഡോ, പക്ഷെ എല്ലാം വെക്കാൻ പഠിച്ചില്ലേ? നീ കുക്കിംഗ് പഠിച്ചില്ലേ? ചോറൊക്കെ പഠിച്ചേട്ടാ. നമുക്ക് ജോലി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈമാണ് വിന്ററിന്റെ ടൈം. നമ്മളെല്ലായിടത്തും പോയി സ്വന്തമായിട്ട് പൊക്കുന്നോ താഴെ ഇറങ്ങാൻ പോവാം. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അതെ, ഞങ്ങൾ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. പുതിയൊരു കണ്ടന്റുമായിട്ട് ഒക്കെ പറയാം. ചുമ്മാ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഞങ്ങളുടെ കാനഡയിൽ വന്നിട്ടുള്ള വിശേഷങ്ങൾ, അതാണ് ഇന്നത്തെ കാര്യം. അതെ, സംഗീത വന്നിട്ട് 3 വർഷവും ഞാൻ വന്നിട്ട് 2 വർഷമായി. ഒരുപാട് നാളായി. നാട്ടുകാരെയും കൂട്ടുകാരന്മാരെയും വീട്ടുകാരെയും എല്ലാരെയും കണ്ടിട്ട് ഒരുപാട് നാളായി. ഞാൻ വന്നിട്ട് 3 വർഷമായി. അതിന് ഇവിടെ കാര്യമില്ല. ഞാനാണ് ഒരുപാട് മിസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് നാട്ടിൽ പോകണം എന്തായാലും. അപ്പൊ എന്തായാലും നാട്ടിൽ പോകാനുള്ള പ്ലാനുകളൊക്കെ ഇങ്ങനെ ഉണ്ട്. നടക്കുന്നൊന്നും അറിയില്ല. അതും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. PR എന്ന് പറഞ്ഞ വലിയ സംഭവം ഉണ്ട്. അതൊക്കെ പറയാം. അപ്പം അതിന്റെ വിശേഷം ഇവിടെ വന്നിട്ട് നമുക്കുണ്ടായ എങ്ങനെയല്ല സന്തോഷങ്ങളും സങ്കടങ്ങളും, അപ്പം അതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ സംഗീത നേരത്തെ പറഞ്ഞല്ലോ 3 വർഷമായി സംഗീത വന്നിട്ട്, ഞാൻ 2 വർഷം. അപ്പം 3 വർഷം 1 വർഷം കൂടുതലാണ്. അപ്പം അതിനകത്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 1 വർഷം ഇവിടെ നമുക്ക് ഡേറ്റ് പറയാം. ഡേറ്റ് ഒരേ കണക്കത്തെ ഡേറ്റ് ഞങ്ങൾ വന്നത്. അത് എങ്ങനെയാ ഒന്നായെന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഞാൻ വന്നത് ജൂൺ 13, 2021 നാട്ടിൽ നിന്ന് കയറിയത്. കാനഡ എത്തിയപ്പോ ജൂൺ 15 അപ്പോ ഈ സെയിം ഡേറ്റ് തന്നെയാണ് കേട്ടോ ധനുവും വരുന്നത്. ധനുവും 2022 ജൂൺ 13 നാട്ടിൽ നിന്ന് കയറി. ജൂൺ 15 എങ്ങനെയാണ് നമുക്ക് പാസ്പോർട്ടിനകത്ത് ഇതൊക്കെ അടിച്ചിങ്ങനെ കിട്ടണ്ടേ? അത് കറക്റ്റ് ആ ടൈമിലൊക്കെ എന്തോ ആ ഒരു ഡേറ്റ് കറക്റ്റ് ആക്കി വന്നിട്ടുണ്ടായിരുന്നു. അതിനും ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. കാരണം കൊറോണ ടൈമൊക്കെ ആയിരുന്നു എനിക്ക് വരുന്ന ടൈം. അപ്പൊ അതിന് ഡിലേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ടൈമെല്ലാം സെയിം. ഓക്കെ, അപ്പോ ഞങ്ങൾ ഇവിടെ വന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞാൻ ആദ്യം എന്റെ എക്സ്പീരിയൻസ് പറയാം. കാനഡ വന്നിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് പറയാം. എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ വന്നു, കാനഡയിൽ വന്ന സമയം കൊറോണ ടൈമാണ്. അപ്പോൾ എനിക്ക് ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. എനിക്ക് 14 days ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. നമുക്ക് അത് ഓൾറെഡി നമ്മൾ നാട്ടിൽ നിന്ന് എല്ലാം ബുക്ക് ചെയ്തിട്ടൊക്കെ വരും. നമ്മുടെ കോളേജ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ടൽ കാര്യങ്ങളൊക്കെ, വലിയൊരു ഹോട്ടൽ, ഒരു സെറ്റപ്പ് റൂം, 5 സ്റ്റാർ ഹോട്ടലില് നല്ല സെറ്റപ്പ് റൂമിൽ. റൂം മാത്രമേ സെറ്റപ്പ് ആയിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് മുന്നേ ഞാൻ വന്നത് ഏറ്റവും അവസാനമായിട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ എന്റെ ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ഒരു ആളായിരുന്നു ഞാൻ. അപ്പോ മലയാളികളില്. അപ്പൊ എനിക്ക് കിട്ടിയ റൂം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റൂം മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് ഫുഡ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. ബാക്കി അല്ല, ബെഡ് ഉണ്ട്. അതല്ല, ബെഡ് ഉണ്ട്. പക്ഷെ എനിക്ക് മുന്നേ വന്നവർക്കൊക്കെ നല്ല സ്യൂട്ട് റൂമാണ്. അപ്പൊ അവർക്ക് കിച്ചണിൽ കുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പൊ ഓർമ്മയില്ലേ, നമ്മള് മാഗി ഒക്കെ കൊണ്ടുവന്നു. പക്ഷെ എനിക്ക് മാഗി ഒന്നും ഉപയോഗിക്കാനുള്ള യൂട്ടൻസിൽസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ റൂമിൽ. അല്ല, അങ്ങനെ പറഞ്ഞു എന്റെ മുന്നേ വന്ന ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ യൂട്ടൻസിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കുക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഫുഡെല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മസാല ദോശ, ബിരിയാണി, വലിയ ഗുണമൊന്നും ഇല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എനിക്ക് 14 days ക്വാറന്റൈൻ. അപ്പൊ അതിനകത്തും ഉണ്ട് ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, എനിക്ക് നാട്ടിൽ നിന്ന് കൊറോണ വന്ന് ഞാൻ 23ാമത്തെ ദിവസമാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഓൾറെഡി കൊറോണ വന്നിട്ടുണ്ടായത് കൊണ്ട് തന്നെ, അന്ന് കൊറോണ ടൈമിൽ എല്ലാവർക്കും അറിയാലോ, വൺസ് കൊറോണ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു 3 മാസത്തേക്ക് നമുക്ക് വരത്തില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൊറോണ വന്നതുകൊണ്ട് എനിക്ക്, അതായത് ശരിക്കും 2 ക്വാറന്റൈൻ ഉണ്ട്. ഒന്ന് ഗവൺമെന്റ് ക്വാറന്റൈനും ഒന്ന് കോളേജ് ക്വാറന്റൈനും ആണ് ഉള്ളത്. വന്നത് തന്നെ വലിയതാണ്. ഞങ്ങളെ വീട്ടിലോട്ട് ആദ്യമായിട്ട് കൊറോണ കൊണ്ടുവന്നത് തന്നെ സംഗീതയാണ്. അത് വലിയൊരു ബഹുമതി കേട്ടോ. എവിടുന്ന് കൊണ്ടുവന്നു പറയാം. വീട്ടിൽ ഇരുന്ന ആള് ഞങ്ങൾക്ക് കൊറോണ എന്ന് ഞങ്ങളെ വീട്ടിലെ എല്ലാവർക്കും ആയി, എനിക്കൊക്കെ ആയി. പക്ഷെ കുഴപ്പമില്ല, നോക്കാനുണ്ടായിരുന്നു, അത് കൊടുത്തു. പക്ഷെ കുഴപ്പമില്ല, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ കൊറോണ ആയതുകൊണ്ടാണ് എനിക്ക് ട്രാവൽ ചെയ്യാനും കുറച്ച് ഞാൻ ഡിലേ ആയത്. എന്റെ April 5 എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് ശരിക്കും എല്ലാം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ കയറാനായിട്ട്, അതായത് കാനഡയ്ക്ക് വരാനായിട്ട് ജൂൺ ആയി. അത് ഇടയ്ക്ക് വെച്ച് ആ സമയം എന്റെ വിസ വരുന്ന സമയത്ത് തന്നെ എനിക്ക് കൊറോണ ആയിരുന്നു.
അങ്ങനെ ക്വാറന്റൈൻ ഒക്കെ നിന്നു. ക്വാറന്റൈൻ ഞാൻ പറഞ്ഞല്ലോ 14 ദിവസം ക്വാറന്റൈൻ, 3 ദിവസം ഗവൺമെന്റ് ക്വാറന്റൈൻ ആയിരുന്നു, ബാക്കി 11 ദിവസം എനിക്ക് കോളേജ് ക്വാറന്റൈൻ ആയിരുന്നു. അപ്പൊ നല്ല ഹോട്ടലൊക്കെ നല്ലതായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ അടച്ചിട്ട് നമ്മൾ നിൽക്കണം. കാനഡ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല 14 ദിവസം. ഞാൻ വന്ന സമയത്ത് ചെറിയ തണുപ്പുണ്ടായിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിന്റർ ഒക്കെ മാറിയ സമയമാണെങ്കിൽ എനിക്ക് തണുപ്പുണ്ടായിരുന്നു. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ, ആ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആവുകയാണ്. അങ്ങനെ ഇവിടെ വന്നിട്ട് പിന്നെ ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത് എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പമാണ്. എന്റെ കൂടെ തന്നെ പഠിച്ച കുട്ടികൾ എല്ലാവരും കൂടെ ആയിട്ട് നമ്മളൊരു 8 പേര് ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഞാൻ അവിടെയായിരുന്നു ആദ്യം സ്റ്റേ ചെയ്തത്. വന്നു ആ സമയത്ത് നമുക്ക് ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ, കൊറോണ ആയതുകൊണ്ട് ആദ്യമൊക്കെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഇപ്പൊ ലാബ് ചെയ്യാൻ വേണ്ടി മാത്രം കോളേജിൽ പോയാൽ മതിയായിരുന്നു. ഞാൻ എടുത്ത കോഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്ത കോഴ്സ് ഇവിടെ ചെയ്തത് PG ഡിപ്ലോമ ഇൻ കെമിക്കൽ ലബോറട്ടറി അനാലിസിസിലായിരുന്നു എന്റെ കോഴ്സ് കഴിഞ്ഞത്. ഫീൽഡ് ജോബ് ഒന്നും അല്ല ഞാൻ ചെയ്യുന്ന ജോബൊക്കെ വേറെയാണ്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പോയെന്നൊക്കെ ഞാൻ പറയാം. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ഫ്രണ്ട്സിനൊപ്പം നിന്നു. അപ്പൊ ആദ്യം നല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എല്ലാവരുമായിട്ട് ജോലിയായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അതിനെല്ലാം ഓരോ പോരായ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എല്ലാം ഓക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ പോവുമായിരുന്നു. അതിപ്പോ ഒരു രാജ്യത്തേക്ക് നമ്മൾ കയറുന്ന, നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ വേറൊരു രാജ്യത്തേക്ക് വരികയാണ്. അപ്പൊ ഇവിടെ വന്ന് നമ്മളെല്ലാം സർവൈവ് ചെയ്യണം, നമ്മളെല്ലാം പ്രതീക്ഷിക്കണം. അപ്പോ ആ പ്രതീക്ഷകളോട് തന്നെ നമ്മൾ ഇപ്പൊ ഒരു ജോലി ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ പാത്രം കഴുകണം, അത് കഴുകണം തന്നെ വേണം. നമുക്ക് അങ്ങനെ അതിന്റെ ഇടയ്ക്കുള്ള കാര്യമാണ്. നമുക്കിവിടെ വരുമ്പോ പെട്ടെന്നൊന്നും ജോലിയൊന്നും കിട്ടാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ബട്ട് നമുക്ക് ജോലി വേണം. നമുക്ക് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഒരു ഗ്രോസറി മേടിക്കണമെങ്കിൽ തന്നെ ആയാലും നമുക്ക് പൈസ വേണം. അപ്പൊ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നാട്ടിൽ നിന്ന് വന്നു, നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു ജോബാണ്, നമ്മളൊരു ജോബാണ്. അതിന് നമ്മൾ കുറെ റെസ്യൂമേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. നമുക്ക് നാട്ടിലെ എക്സ്പീരിയൻസ് എല്ലാരും ചോദിക്കും, ആരുടെ ജോലി ചോദിച്ചാലും ആദ്യം പറയുന്നത് റെസ്യൂമേ ഉണ്ട്. ഇൻഡീഡ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതെല്ലാം നാട്ടിലെ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും ഇൻഡീഡ് ആപ്പ്. അതെ, ഇനിയും കൂടെ വരാതിരിക്കുന്നവരായാലും അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ജോലികൾ കിട്ടും. ഇപ്പൊ ഇവിടുത്തെ പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആയാലും നമുക്ക് ഇൻഡീഡ് ത്രൂ കുറെ കാര്യങ്ങൾ കിട്ടും. പക്ഷെ അന്ന് ഞാൻ വന്നപ്പോ എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. അതാണ് കാര്യം. സംഗീതം വരാൻ നേരത്ത് ഇതറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല, ആരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പം ഇനി വരാതിരിക്കുന്നവർക്കായാലും ഇങ്ങനൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. നിങ്ങളിപ്പോ ഒരു രാജ്യത്ത്, ഇപ്പൊ കാനഡ എന്നല്ല ഏത് രാജ്യത്തായാലും നിങ്ങൾ പഠിക്കാൻ പോയിക്കോ. അപ്പൊ അതിന് മുന്നേ അവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, അവിടെ ഒരു ജോലി കിട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മുന്നേ നിങ്ങളൊന്ന് ചെറിയൊരു റിസർച്ച് നടത്തുക കേട്ടോ. അപ്പോൾ ഇൻഡീഡ് എന്നൊരു ആപ്പ് ത്രൂ ഇൻഡീഡ് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ജോബ് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്ക് പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആയാലും നിങ്ങൾ എവിടെയാണോ നിൽക്കാൻ പോകുന്നത് ആ ലൊക്കേഷൻ നിയർ ബൈ ആയിട്ടുള്ള ഷോപ്പുകളിലും കാര്യങ്ങളിലും ഒക്കെ മാക്സിമം നമുക്ക് ഷോപ്പുകളിൽ തന്നെ പാർട്ട് ടൈം ജോബ് കിട്ടുള്ളൂ. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് വീക്ക്ലി 20 hours വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഷോപ്പുകളിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളത്. വലിയ നമുക്കിപ്പം വൈറ്റ് കോളർ ജോബ് ഒന്നും കിട്ടത്തില്ല വരുമ്പോ തന്നെ. അപ്പൊ നമ്മൾ എല്ലാ ജോലി ചെയ്യാനും ഓക്കെ ആയിരിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ കുറെ സർവൈവ് ചെയ്യേണ്ടി വരും. ഒരുപാട് നമ്മള് സർവൈവ് ചെയ്യണം. ഇതൊന്നും ഇപ്പൊ നാട്ടിൽ ഓൾറെഡി ജോലിയൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നമ്മൾ അമ്മയുടെ അച്ഛന്റെ ഒക്കെ തണലിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കൊന്നും അങ്ങനെ ഈ പറയുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് പുറത്തുനിന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ആദ്യം കുറെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പയ്യെ ഒരു ഡിപ്രഷൻ എന്ന് ഞാൻ പറഞ്ഞത് അതൊക്കെ വലിയ വേർഡാണ്. ഡിപ്രഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഡ്രഗിനെ പിന്നെ നമ്മൾ ആശ്രയിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ചിലപ്പം ബുദ്ധിമുട്ടുകളായിട്ട് വരും. ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ശരിക്കും പറഞ്ഞ ഒരു രാജ്യത്തേക്ക് നമ്മൾ മൂവ് ചെയ്യാനായിട്ട്. കാരണം നമ്മളിവിടെ ഒറ്റയ്ക്കാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത്. നമ്മളെ ആരും സഹായിക്കില്ല എന്ന് പറയുന്നത് ആദ്യമേ ഇതാണ്. ചിലവർക്ക് ജോലിയൊക്കെ കിട്ടാൻ ചില ടൈം എന്ന് പറയുന്നത് ഈ നമ്മൾ ഇവിടെ ഇപ്പൊ തന്നെ വിന്റർ ടൈമിൽ വരുന്നവർക്കാണെങ്കിൽ ജോലി കിട്ടാൻ കുറച്ച് പാടായിരിക്കും. കാരണം എല്ലായിടത്തും ആളെയൊക്കെ കുറയ്ക്കുന്ന ടൈമായിരിക്കും. കാരണം അവർക്ക് അത്ര തിരക്കൊന്നുമില്ല, ബിസി ടൈമൊന്നും അല്ല. അപ്പോൾ അവര് ഉള്ള ആളിനെ കുറയ്ക്കാൻ നോക്കും. അല്ലെങ്കിൽ സമ്മർ ടൈമിലാണെങ്കിൽ കുറച്ചും കൂടെ ജോലി. കാരണം ഇതിന് ഉദാഹരണം ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ ഇടയ്ക്ക് വെച്ച്. ഞാൻ പറഞ്ഞു അത് നമ്മൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പൊ ഞങ്ങൾ പോകുന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ്. ഒരു PR എന്നുള്ള ഇവിടെ കാനഡയിൽ വരുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യവും എല്ലാരും ചെയ്യുന്ന കാര്യം കൂടാണ് ഇത്. ഈ PR എന്ന് പറഞ്ഞൊരു ലക്ഷ്യം. അതെന്ന് പറയുന്ന അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാകും. കാരണം ഞങ്ങൾ അതിലൂടെ വന്ന ഒരു യാത്രയുണ്ട്, ഞങ്ങൾ പറയാം. പിന്നെ പറയാം. ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നിട്ടുള്ള നമ്മളുടെ അനുഭവങ്ങൾ പറയാണ്.
അപ്പൊ ഞാനിവിടെ വന്നു അങ്ങനെ എനിക്ക് സ്റ്റിൽ എനിക്ക് 1 വർഷത്തെ കോഴ്സ് ഞാൻ നാട്ടിൽ ഓൺലൈൻ ചെയ്തു. ഇനി 1 വർഷം കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ലാബും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ വരുന്നതാണെന്നുണ്ടെങ്കിൽ എന്റെ സമ്മർ ബ്രേക്ക് കഴിയാറാകുമ്പോഴാണ്. അതും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. അതായത് നമ്മൾ തന്നെ ഇവിടെ വന്നിട്ട് ഫീസ് നമ്മൾ ഇയറിലേക്കുള്ള ഫീസ് നമ്മൾ തന്നെ സ്വരുക്കൂട്ടണം. നമ്മൾ ജോലി ചെയ്ത് നമ്മൾ പാർട്ട് ടൈം ഒക്കെ ചെയ്ത് നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ സമയത്ത് എന്റെ ബ്രേക്ക് എല്ലാം കഴിഞ്ഞ സമയം ഈ 4 മാസമാണ്. 1 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷത്തിനിടയ്ക്ക് നമുക്ക് 4 മാസം ബ്രേക്ക് ഉണ്ടാവും. അതാണ് സമ്മർ ബ്രേക്ക്. ഈ സമ്മർ ബ്രേക്ക് 4 മാസം നമുക്ക് ഫുൾ ടൈം ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്റ്റുഡന്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് 20 hours പെർ വീക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഫുൾ ടൈം നമുക്ക് ബ്രേക്ക് ആകുന്ന സമയത്ത് 40 hours, അതായത് ഫുൾ ടൈം നമുക്ക് ചെയ്യാം. ആ ടൈമിൽ പൈസ ഉണ്ടാക്കുന്നതാണ് നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ അടയ്ക്കുന്നത്. എനിക്കിവിടെ വന്നത് ഞാൻ എന്റെ ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്ത് തീരാറായപ്പോഴാണ് 1 മാസം കൂടി ഉള്ള 1 മാസം ഞാൻ ക്വാറന്റൈനിൽ നിന്ന് തീർക്കുകയും ചെയ്തു. 28 ദിവസം ക്വാറന്റൈൻ ഉണ്ടായിരുന്നു എന്ന് 28 14 ദിവസം എനിക്ക് 14 ദിവസം എനിക്ക് ക്വാറന്റൈൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്റെ ആ ജൂണിന്റെ പകുതിയും പോയി. അപ്പൊ ആ ജൂൺ ആയപ്പോഴത്തേക്ക് എന്റെ ബ്രേക്ക് എല്ലാം കഴിഞ്ഞ് എനിക്കൊന്നും സേവ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്ന് എനിക്ക് ജോലി എന്റെ ഒരു ഫ്രണ്ട് ത്രൂ തന്നെ എനിക്ക് ജോലി ആയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട്സിനൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അവരുടെ കൂടെ തന്നെ നമ്മൾ അക്കോമഡേഷൻ ഒക്കെ സെറ്റ് ആക്കിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് ത്രൂ തന്നെ എനിക്ക് ടിം ഹോട്ടൻസ് എന്ന് പറയുന്നത് കാനഡയിലെ ഒരു റെസ്റ്റോറന്റ് ആണ്. അല്ല, നമ്മൾ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ട്. അതെ, ആ ടിം ഹോട്ടൻസിൽ അവിടെ നമുക്ക് കോഫി, ടീ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത്. ഒരു കനേഡിയൻ റെസ്റ്റോറന്റ് ആണ്. ടിം ഹോട്ടൻസ് ഇല്ലാതെ ഒരിടത്തും നമുക്ക് കാണാൻ പറ്റില്ല. കാനഡയുടെ ഏത് മുക്കിലും മൂലയിലും ഉള്ള ഒരു ഷോപ്പാണ് ടിം ഹോട്ടൻസ്. അപ്പൊ അവിടെയാണ് കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് ജോലി കിട്ടാനും എളുപ്പം. അവിടെ ഇപ്പൊ സ്റ്റുഡന്റ് ആയിട്ട് വരുന്നവർക്കായാലും കഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു ഷോപ്പാണ്. അവിടെ നിന്നാൽ നമ്മൾ അവിടെ നിന്നാല് നമുക്ക് കാനഡ എന്താന്ന് പഠിക്കാൻ പറ്റും. കാരണം വരുന്നതെല്ലാം കനേഡിയൻസ് ആണ്, ബിസിയാണ്. അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. കോവർക്കേഴ്സ് ആയിട്ട് വരുന്നത് പല ആൾക്കാരായിരിക്കും. ഇപ്പൊ ഫിലിപ്പീൻസും പഞ്ചാബികളും അപ്പൊ പല ആൾക്കാരായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാവരുമായിട്ട് നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. മലയാളി സ്റ്റോറി തന്നെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും പഠിക്കാൻ പറ്റത്തില്ല. ഒരു കാനഡയിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഫസ്റ്റ് വന്നത് ടിം ഹോട്ടൻസിലായിരുന്നു എന്റെ ജോബ്. ഇനി ധനുവിന്റെ കാര്യം പറയും, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കാര്യം പറയാം. എന്റെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് കുറച്ചും കൂടെ ഒക്കെ എനിക്ക് തോന്നുന്നു ഈസി ആയിരുന്നു. കാരണം എന്ന് പറയുന്നത് അതാണ് സംഗീത അവിടെ വന്നിട്ട് 1 വർഷമായി. സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റിലാണ്. അപ്പം സംഗീതയ്ക്ക് കുറെ ഒരുവിധം നിൽക്കുന്ന സ്ഥലത്ത് ഒരുവിധം കാര്യങ്ങളെല്ലാം അറിയാം. അപ്പം ഞാൻ വന്നാലും എന്ത് ചെയ്യണം, എവിടെ ജോലി മേടിക്കണം, എന്തൊക്കെ ചെയ്യണം, വീട് മാറണം. ഞങ്ങളെ സംഗീത പറഞ്ഞായിരുന്നു ഫ്രണ്ട്സിന്റെ കൂടെ നിന്നേന്ന്. ഞാൻ വരുന്ന ടൈമിലാണ് സംഗീത വരുന്നതിന് മുന്നേ തന്നെ ഞാൻ രണ്ട് വീട് മാറിയിട്ടുണ്ടായിരുന്നു. ആദ്യം എന്റെ ഫ്രണ്ട്സിനൊപ്പം നിന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ വേറെ ഒരു ഫ്രണ്ട്സിനൊപ്പം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 വീട്ടിൽ നിന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്താണ് അവിടെ ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നൊക്കെ അറിയാം. വീടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സംഗീത. ഞാൻ വരുന്ന ടൈമിനായിട്ട് നമ്മളെ ഫാമിലി ആയല്ലോ. അപ്പൊ ഫാമിലിക്ക് മാറാൻ വേണ്ടിട്ട് നമ്മൾ ചെറിയൊരു ബേസ്മെന്റ്, അത് സ്റ്റുഡിയോ ബേസ്മെന്റ് ആയിരുന്നു. അതിന്റെ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് കൊടുക്കാട്ടോ. നമ്മളുടെ റൂമിന്റെ ശരിക്കും നല്ല നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും, ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടുഗദർ ടൈം നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മളുടെ ഒരു ലോകമായിരുന്നു ശരിക്കും ആ വീട്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീടായിരുന്നു അത്. നല്ല വീടായിരുന്നു, നല്ല കമ്മ്യൂണിറ്റി ഒക്കെ ആയിരുന്നു അവിടെ. അതെ, നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. നമ്മളുടെ ഓണർ വന്നിട്ട് പാകിസ്ഥാനി ആയിരുന്നു കേട്ടോ. പുള്ളിക്കാരനും ഭയങ്കര നല്ല സപ്പോർട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വരുന്ന ടൈമിൽ എല്ലാ സംഗീതം ഇവിടെ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ജോലിയുടെ കാര്യത്തിലായാലും ജോലിക്കൊന്നും എനിക്ക് പെട്ടെന്ന് ടെൻഷനില്ലായിരുന്നു. കാരണം സംഗീത 2ാമത് വർക്ക് ചെയ്യാൻ പോയത് ആമസോണിലാണ്. അപ്പം എനിക്കും ആമസോണിൽ തന്നെ കിട്ടി. എനിക്ക് തോന്നുന്ന ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞു നല്ല ജോലിയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇവിടെ വന്നിട്ട് എല്ലാവരും നേരത്തെ പറഞ്ഞല്ലോ റെസ്റ്റോറന്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ധനുവിന് ഭാഗ്യവശാൽ കിട്ടിയത് നല്ലൊരു ജോബ് ആമസോണിൽ തന്നെയാണ്. അപ്പം അവിടുത്തെ വർക്കും കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ കഷ്ടപ്പാടുണ്ടെങ്കിലും കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഇതേപോലെ റെസ്റ്റോറന്റിൽ നിൽക്കുന്ന അത്ര കഷ്ടപ്പാടൊന്നുമില്ല. ഇല്ല, എന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളെ നാട്ടില് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ജോലി ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. അപ്പൊ അതേ കണക്ക് ജോലി ചെയ്തു പോകും. നമുക്ക് നല്ല സാലറി, നല്ല മാനേജ്മെന്റ്, ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെയായിരുന്നു എനിക്ക് അവിടെ ആദ്യമായിട്ട് വന്നപ്പം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എന്റെ കോഴ്സ് കഴിഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം ടിം ഹോട്ടൻസിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. ടിം ഹോട്ടൻസ് കഴിഞ്ഞ് 2ാമത്തെ ജോബാണ് ആമസോണിൽ. പക്ഷെ ആമസോണിൽ ഞാൻ ഡയറക്റ്റ് ആയിരുന്നില്ല. നമ്മൾ അവിടെ തേർഡ് പാർട്ടി ത്രൂ ആയിരുന്നു ആദ്യം കയറിയത്. പിന്നെ ഞാൻ ഡയറക്റ്റ് ആയി. ധനു ഡയറക്റ്റ് ആയിട്ട് തന്നെയായിരുന്നു വന്നപ്പോൾ തന്നെ കയറിയത്. അപ്പോൾ ഞാൻ എന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് അപ്പൊ ചോദിക്കും എല്ലാവരും എന്താ ഫീൽഡ് ജോബ് എടുക്കാത്തതെന്ന് ചോദിക്കും. ഞാൻ ഒരിക്കലും ഫീൽഡ് ജോബ് നോക്കിയിട്ടില്ല എന്നല്ല. പക്ഷേ നമ്മളുടെ എയിം PR ആണ്.
അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് ടൊറന്റോ പോലത്തെ ഒരു സ്ഥലത്ത് പോപ്പുലേഷൻ അപ്പൊ അതില് എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഫീൽഡ് ജോബ് ചെയ്താൽ എന്താണ് PR കിട്ടത്തില്ലേ എന്നുള്ള സംശയം ഉണ്ടാവുമായിരിക്കും. കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ PR നോക്ക്, PRന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കോംപ്രഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് CRS എന്ന് അബ്രിവിയേഷൻ ആട്ടോ. CRS പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് മീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് PRന് വെക്കാൻ പറ്റുള്ളൂ. അത് ഇതിൽ മീറ്റ് ആവില്ല. കാരണം അത് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇപ്പൊ നാട്ടിലൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക്, നാട്ടിലൊരു 3 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഫീൽഡ് ജോബ്, ഇപ്പൊ ഞാൻ എന്റെ പഠിച്ച ഫീൽഡ് ജോബിൽ നിന്നിട്ട് എന്റെ നാട്ടിലെ എക്സ്പീരിയൻസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പോയിന്റ് മീറ്റ് ആയിട്ട് എനിക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷെ ഞാനെന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞു, ഓക്കെ, നാട്ടിൽ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വരുന്നെങ്കിലും എനിക്ക് നാട്ടിൽ വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് ടൊറന്റോ എന്നൊരു സ്ഥലത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് PR കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് 3 വർഷം വർക്ക് പെർമിറ്റ് ഉണ്ട്. ഈ 3 വർഷത്തിനിടയ്ക്ക് നമ്മൾ PR ആക്കണം. PR നമ്മളുടെ കയ്യിൽ വേണം, അറ്റ്ലീസ്റ്റ് നമുക്ക് കൺഫർമേഷൻ എങ്കിലും വരണം. അപ്പൊ അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാണ്ട് നമ്മൾ പ്രൊവിൻസ് മാറാം എന്നുള്ളൊരു ഡിസിഷനിലെത്തി. ഞാനും ധനു വന്നല്ലോ, ധനു എന്തായാലും വന്നു, എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും അങ്ങനെ തീരുമാനിച്ചു, PRന് നോക്കാം, ഫീൽഡ് ജോബ് നമുക്ക് നോക്കാം, പിന്നെ നോക്കാം. തൽക്കാലം നമുക്ക് PR ആണ് നമ്മുടെ മെയിൻ എയിം. സമയം തീരുന്നതിന് മുന്നേ നമുക്ക് PR എടുക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ പ്രൊവിൻസ് മാറുന്ന കാര്യം നോക്കി. അപ്പൊ ആമസോണിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഞാനും ധനു പിന്നെ ആമസോൺ എംപ്ലോയീസ് ആണ്. ആമസോണിൽ ഞങ്ങൾ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് ഞങ്ങൾക്ക് ഉള്ളിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും, പിന്നെ നമുക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ്, മിക്കവരും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ഫാമിലി ആയിട്ട് വേറെ ടച്ചൊന്നുമില്ല. എല്ലാം ഫോൺ വിളിക്കുന്നതും വീഡിയോ കോൾ അങ്ങനെ ഫ്രണ്ട്സ് തന്നെയാണ്, അങ്ങനെ മാത്രമേ ഉള്ളൂ. നമുക്ക് കൂടുതലും ഓരോ വർഷം കഴിഞ്ഞു പോകുമ്പോഴും നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റിലാണ് നമ്മള് കൂടുതൽ ഇവിടെ ഇങ്ങനെ നമ്മുടെ മനസ്സുകൊണ്ട് ഇങ്ങനെ വരുന്നത്. അയ്യോ വീട്ടുകാരെ കാണുന്നില്ല, ജസ്റ്റ് വിളിക്കുന്നേ ഉള്ളൂ. പിന്നെ വിളിക്കാനും ചില സമയത്തൊന്നും സമയം കിട്ടാറില്ല. കാരണം നമ്മുടെ ജോലിയൊക്കെ അങ്ങനെ, ഞങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് മോർണിംഗ് കിടന്നുറങ്ങും, എണീക്കുമ്പോ ഈവനിങ് ആവും. പിന്നെ നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് സമയം കിട്ടാറില്ല. നമുക്ക് ആ ഒരു വിഷമം എപ്പോഴും നമുക്ക് ഉള്ളിലുണ്ടായിരുന്നു. നമ്മളെ ഫാമിലി ആയിട്ട് നമുക്ക് അങ്ങോട്ട് ടച്ച് ആവാൻ പറ്റുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടുപേരും ഫാമിലി അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്കിപ്പോ എന്തായാലും പിന്നെ ഇതില് എനിക്ക് പിന്നെയും കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം. കാരണം സംഗീത എപ്പോഴും ചോദിക്കുമ്പോ എനിക്ക് നാട്ടിൽ പോകണം എന്നുള്ള കാര്യമൊക്കെ പറയും. പക്ഷെ എനിക്ക് പിന്നെയും കുഴപ്പമില്ല. കാരണം ഞാൻ കുറെ മാറി നിന്നിട്ടൊക്കെയാണ് ജോലി ചെയ്തിട്ടുള്ളത്. എന്റെ സ്ഥലത്ത് നിന്ന് മാറി നിന്നിട്ടൊക്കെയാണ് ജോലി ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ വലിയൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും ഉണ്ട്, അത്രേ ഉള്ളൂ. അതെ, എനിക്ക് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ പോകണമെന്നായിരുന്നു. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ആദ്യം കുറച്ച് നല്ല അധികം, ഞാൻ എല്ലാം പറയുന്നില്ല, എനിക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ ധനു വരാൻ 1 വർഷം സമയം, ആ 1 വർഷത്തിനിടയ്ക്ക് ഒരുപാട് സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ആ 1 വർഷം കൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ പോകണം, നിർത്തിപ്പോകാം എന്ന് വരെ ഞാൻ ചിന്തിച്ച് എനിക്കൊരു സമയം ഉണ്ടായിരുന്നു. കാനഡ വേണ്ട, മടുത്തു, എനിക്ക് എങ്ങനെയുള്ള നാട്ടിൽ പോയാൽ മതി, എന്തെങ്കിലും കാണിച്ച് ജീവിക്കാം. അപ്പത്തേക്കും ധനു നാട്ടിൽ നിന്നിട്ട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ ഇവിടെ വരുന്ന സിറ്റുവേഷൻ ഇപ്പൊ നാട്ടിലായിരുന്നു. കാരണം വേറൊന്നും അല്ല, ഇങ്ങനെ വന്ന് ഇവിടുന്ന് പോകുന്നവരെടുത്ത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വരാനായിട്ടാണ് ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മള് ഇങ്ങനെയൊക്കെ വരുന്ന തന്നെ ചില ഭാഗ്യമാണ്. ഇപ്പം ചിലരൊക്കെ ചിന്തിക്കും, ഓ കാനഡ UK എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും നിസ്സാരമായിട്ട് പോവാം. ബട്ട് അങ്ങനെയല്ല, പോവാൻ പറ്റുന്ന ചിലവരൊക്കെ ഉള്ളൂ. ഭാഗ്യം വെച്ചാൽ പോവാൻ പറ്റും. അവരുടെ കഴിവുകൊണ്ട് അവർക്കിവിടെ എത്താം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് കുറെ പൈസ നമ്മൾ ചെലവാക്കണം. അപ്പൊ അതെല്ലാം ഇപ്പൊ ഞാൻ പെട്ടെന്ന് നിർത്തിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് ഇപ്പൊ എനിക്ക് ഉണ്ടാകുന്നതിലും വലിയ പ്രശ്നമായിരിക്കും ഒരു നാട്ടിലുള്ള ആൾക്കാർ പറയുന്നത്. അത് പോസിബിൾ അല്ല, അങ്ങ് നശിപ്പിക്കുകയാണ് ശരി. അപ്പോ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് നാട്ടിൽ ഇപ്പൊ ധനു വന്നിട്ടായാൽ പോലും, ധനു വന്നതിപ്പോ തന്നെ എനിക്ക് പകുതി ഞാൻ ആശ്വാസമായി, എനിക്കൊരാളായല്ലോ കൂട്ടന്ന് ആയി. പക്ഷെ എന്നാലും എനിക്ക് നാട്ടിൽ പോകണം, എനിക്ക് എല്ലാരും കാണണം, വീട്ടിൽ പോകണം. ഒന്നാമത് ഞാൻ പറയുന്നുണ്ട് ധനു നമുക്ക് നാട്ടിൽ പോവാം, ഒരു സിറ്റുവേഷൻ കിട്ടിയാൽ ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നത് നമുക്ക് നാട്ടിൽ പോകാം. പക്ഷെ നമ്മള് നിൽക്കുന്നത് പറഞ്ഞല്ലോ, നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അത് മുന്നേ ചെയ്തിട്ടേ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അതിനാണ് ഇപ്പോ. അപ്പൊ അതിനുവേണ്ടിയാണ് ഇപ്പൊ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് പ്രൊവിൻസ് മാറിയതും എല്ലാം അപ്പൊ അതിനു വേണ്ടിയാണ്. പ്രൊവിൻസ് മാറി വന്നത് ഞങ്ങൾ ഒണ്ടാരിയോന്ന് ആൽബർട്ടയിലോട്ട് ഞങ്ങൾ ഫ്ലൈറ്റ് കയറി ഗൈസ്. അത് നമുക്ക് ധനു ആമസോണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ധനുവിന് ട്രാൻസ്ഫർ കിട്ടി. നമ്മള് ട്രാൻസ്ഫർ വെച്ചതാണ്, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ പ്രൊവിൻസ് മാറണം, നമുക്ക് PR നോക്കണമെങ്കിൽ നമുക്ക് പ്രൊവിൻസ് മാറേണ്ടി. അല്ല, അതിലും ഞങ്ങൾക്ക് ഒരു അടി കിട്ടി, അതിലും ഞങ്ങൾ ഫ്ലോപ്പായി, പാളിപ്പോയി എല്ലാം. കാരണം ഞങ്ങൾ ആൽബർട്ടയിലോട്ട് വന്നത് തന്നെ ഈ PR എടുക്കാൻ വേണ്ടിയിട്ടാണ് ആൽബർട്ടയിലോട്ട് വന്നത്. പിന്നെ ആൽബർട്ടയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്
ആൽബർട്ടയില് നമുക്ക് PNP കിട്ടില്ല. PNP ആണ് ഞങ്ങൾ നോക്കിയത്, അതായത് പ്രോവിൻസ് നോമിനി പ്രോഗ്രാം എന്ന് പറയുന്ന. ഇതൊക്കെ കാനഡ നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ പ്രോവിൻസ് നോമിനി ഒരുപാട് പ്രോഗ്രാം ഉണ്ട് കേട്ടോ നമുക്ക് PR ചെയ്യാനായിട്ട്. അറിയാവുന്നവർക്ക് പറയാം. കാരണം ഒണ്ടാരിയോ പഠിച്ചവർക്ക് ഇവിടെ വന്നിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒണ്ടാരിയോയിലാണ് സംഗീത പഠിച്ചത്. ആൽബർട്ടയിൽ വന്നപ്പോഴത്തേക്ക് ഒണ്ടാരിയോ പഠിച്ച സ്റ്റുഡന്റ് ആണ്. അതുകൊണ്ട് PNP കിട്ടില്ല, നമുക്ക് അവിടെ കിട്ടത്തില്ല എന്നുള്ള ഒരു അത് ഞങ്ങൾ ആൽബർട്ടെ വന്നിട്ടാണ് അറിയുന്നത്. അതാണ് നമുക്ക് പറ്റിയ അടുത്തൊരു മിസ്റ്റേക്ക്. കാരണം നമ്മളിത് കണക്ക് നമ്മള് ചേട്ടനും ചേച്ചിയും ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം അവർ റൂമൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നായിരുന്നു. ചേച്ചിയും ലിജോ ചേട്ടനും അവരൊക്കെ അത് കാണുന്നുണ്ട്. അതെ, അവരൊക്കെ അത് കാണുന്നുണ്ടെങ്കിൽ അവര് ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ശരിക്കും ഒണ്ടാറിയോയിൽ നമുക്ക് ഒരുപാട് അരവിന്ദ് ഏട്ടൻ, രാധിക ചേച്ചി, ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എഡ്മണ്ടനെ വന്നിട്ട് കുറച്ചും കൂടെ നമ്മൾ 3 മാസം എഡ്മണ്ടൻ നിന്നിട്ടുള്ളൂ. ആൽബർട്ടയിൽ എഡ്മണ്ടനിലാട്ടോ ഞങ്ങൾ വന്നത്. ഞാൻ 3 മാസം നിന്നിട്ടുള്ളൂ. ധനു 6 മാസം നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 6 മാസം, കാരണം പറഞ്ഞല്ലോ നേരത്തെ ട്രാൻസ്ഫർ ആയാണ് ഞാൻ ആമസോണിലോട്ട് വന്നത്. അപ്പൊ പിന്നെ ജോലി വിട്ടിട്ട് എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. ഞാനും എഡ്മണ്ടനിൽ ആമസോണിൽ കയറിയായിരുന്നു. പക്ഷെ ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഞാൻ മൂവ് ചെയ്തു. ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുകയാണ്, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഈ 3 വർഷം കൊണ്ട് 3 പ്രൊവിൻസ് കാണാനുള്ള ഭാഗ്യം. ഇതിപ്പം ഞങ്ങളെ കാര്യം കാനഡയിലുള്ളവർ ഇതിനെക്കാട്ടി പ്രൊവിൻസ് കണ്ടവര് ഉണ്ട്, ഇതിനെക്കാട്ടി ജോലി ചെയ്തവരുണ്ട്. അപ്പം സംഗീത അടുത്ത പ്രൊവിൻസിലോട്ട് വന്ന BC, അതെ, ബ്രിട്ടീഷ് കൊളംബിയയിലേക്ക് മാറി. കാരണം ആൽബർട്ടയില് മേക്ക് ഷുവർ ചെയ്യുക. ഇപ്പൊ ഒണ്ടാറിയോന്ന് മൂവ് ചെയ്യുന്ന ഏത് സ്റ്റുഡൻസ് ആയാലും സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞവർ മൂവ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലോയറിനെ ആദ്യം പോയി കാണുക. ലോയറിനെ തന്നെ പോയി കാണുക. കൺസൾട്ടന്റിനെ കണ്ടതുകൊണ്ട് കാര്യമുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു ഇമിഗ്രേഷൻ ലോയറിനെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ വഴികൾ അവർ തന്നെ പറഞ്ഞു തരും. അറിയുന്നല്ല, BC എന്നല്ല, ആൽബർട്ട് എന്നല്ല, എവിടുന്ന് മാറിപ്പോകുന്ന കുട്ടികളായാലും പ്രൊവിൻസ് മാറുന്നവരായാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു ഇമിഗ്രേഷൻ ലോയറാണ്. ചിലപ്പോൾ അവർക്ക് നല്ല ഫീസ് ആയിരിക്കും, അവർക്ക് ഒരു മണിക്കൂറിലേക്ക് $1000 ഒക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് കുറെ കാര്യങ്ങൾ, ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളൊരു ലോയറിന്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് മാത്രമേ പ്രൊവിൻസ് മാറാൻ പറയുന്നതിന്റെ കാര്യം. ഞങ്ങളിപ്പോ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോ 2 പ്രൊവിൻസ് മാറി. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലോയറിനെ കണ്ടിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. നമ്മള് പ്രൊവിൻസ് മാറി ഇപ്പം പറഞ്ഞു. നമ്മള് ബ്രിട്ടീഷ് കൊളംബിയയിലെ ഫോർട്ട് സെന്റ് ജോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ഈ ഫോർട്ട് സെന്റ് ജോണിൽ വന്നതിനും ഒരു കഥയുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്, ആതിര. അപ്പോൾ അവള് ഞാൻ ഒരുമിച്ചായിരുന്നു കേട്ടോ ഒണ്ടാറിയോയിൽ വെച്ചിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പോൾ അവള് ത്രൂ ആണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. അപ്പോ ഇവിടെ വന്നിട്ടും നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി എന്ന് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആൽബർട്ടിൽ തന്നെയാണ് ഹെലികോപ്റ്റർ പോകുന്നത്. അതങ്ങ് പോട്ടെ. ആൽബർട്ടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. സംഗീത മാത്രമേ ഇവിടെ ഉള്ളൂ. സംഗീതയും കൂടെ ഫ്രണ്ട് ഉണ്ട്, സേതു. അപ്പൊ ഇവർ 2 മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ഞാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 4 ദിവസം ഡ്യൂട്ടിയാണ്, 3 ദിവസം ഓഫ്. അപ്പം ഞാൻ അവിടുന്ന് ഡ്രൈവ് ചെയ്ത് വരും ഇങ്ങോട്ട്. എത്രയാണ്, ഒരു 6 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് BCയിലോട്ട്. സംഗീതം നിൽക്കുന്ന സ്ഥലത്തോട്ട് 6 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. 7 മണിക്കൂറുണ്ട്. 6 മണിക്കൂർ, 6-7 മണിക്കൂറുണ്ട്. 7 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈവ് ആണത്. അത് ഒരിക്കലും നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ അങ്ങനെ റിലേറ്റ് ചെയ്യരുത് കേട്ടോ. നമ്മള് നാട്ടിൽ നിന്ന് ഇപ്പൊ 7 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വലിയ ദൂരമായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് വലിയ ദൂരമാണ്. കാരണം ഞാൻ ഓൾറെഡി മറ്റേ ഒരു ട്രാവൽ ബ്ലോഗിൽ കാണിച്ചില്ലേ, നമ്മള് ഒരു ടൗൺ കഴിഞ്ഞ് ഇത്രയും ദൂരം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കടയും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഭയങ്കര ടയർഡാവും. അപ്പൊ അതിന്റെ ചില വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഇങ്ങനെ വീണ്ടും മാറി നിൽക്കുന്നല്ലോ. ധനു എഡ്മണ്ടനിലും ഞാൻ ഫോർട്ട് സെന്റ് ജോണിലുമാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അങ്ങനെ മാറി നിന്നിട്ടില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ വീണ്ടും ഒറ്റയ്ക്കായല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവര് നമ്മുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഞാനും സേതു എന്ന് പറഞ്ഞിട്ട് കുട്ടി, ഞങ്ങൾ 2 പേരും കൂടെ ആയിരുന്നു. എന്റെ ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമില് ഫോട്ടോസ് ഒക്കെ കണ്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. ഞങ്ങൾ 2 പേരും ആയിരുന്നു ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നത്. നമ്മൾ 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആട്ടോ എടുത്തത്. കാരണം ധനു ഇൻ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ധനു നിൽക്കാലോ. അപ്പൊ എന്നെ കാണാനായിട്ട് ധനു ഇടയ്ക്ക് വരുമായിരുന്നു. എഡ്മണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ നമുക്ക് നിൽക്കാനും എളുപ്പമാണെന്ന് വിചാരിച്ചു നമ്മൾ 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് എടുത്തു. അപ്പോൾ ആതിര ത്രൂ ആണ് ഞങ്ങൾ ഫോർട്ട് സെന്റ് ജോൺ വരുന്നത്. കാരണം അവൾ ഓൾറെഡി ഒണ്ടാറിയോന്ന് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ അവൾ കണ്ടുപിടിച്ചതാണ് ഈ സ്ഥലം. അവൾക്കൊരു എംപ്ലോയറിനെ കിട്ടി. അങ്ങനെ പുള്ളിക്കാരി പെട്ടെന്ന് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വണ്ടിയിൽ നിൽക്കുമ്പോൾ ഇവിടുന്ന് ഇത്ര ദൂരമല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ അവളടുത്ത് ചോദിച്ചു, എടാ ഇതേപോലെ ഒരു എംപ്ലോയറിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും ഇതേപോലെ മാറണം, കാരണം ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമ്മൾ വെറുതെ സമയം പൊക്കോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഫോർട്ട് സെന്റ് ജോൺ വരുന്നത്. ഫോർട്ട് സെന്റ് ജോണിൽ പെട്ടെന്ന് ജോബ് ശരിയായി. അങ്ങനെ 4ാമത്തെ ജോലി സംഗീത
ആദ്യം നാലാമത്തെ ടിമോട്ടൻസ് ജോലിയിലോട്ട് ആയിരുന്നു, കയറി. പിന്നെ ആമസോൺ ആയിരുന്നു. എഡ്മണ്ടനിലും ആമസോൺ തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് റെസ്റ്റോറന്റ് ജോബിലേക്കാണ് വീണ്ടും വരുന്നത്. ആമസോൺ കാരണം നമ്മളെ PR വേണ്ടി നോക്കുമ്പോഴത്തേക്ക് അവര് നമുക്ക് പേപ്പർ എല്ലാം തരാന്ന് പറയുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ കയറിയതാണ്. സംഗീതയും ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് അവിടെ ഷോപ്പിലോട്ട് കയറിയാണ്. അതിനും നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എംപ്ലോയറിനെ കിട്ടണം. നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയറിനെ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മളുടെ പേപ്പർ വർക്ക്സ് ഒക്കെ നടക്കുള്ളൂ. അതായത് PNP എന്ന് പറയുന്ന ഈ പ്രോഗ്രാം, പ്രോവിൻസ് നോമിനി പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ പേപ്പർ ചെയ്യേണ്ടത് നമ്മുടെ എംപ്ലോയറുടെ സൈഡിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ആ എംപ്ലോയർ എത്രയും ട്രസ്റ്റഡ് ആണോ എങ്കിൽ മാത്രമേ നമ്മൾ അതിലേക്ക് കയറാൻ പാടുള്ളൂ. അപ്പൊ എനിക്ക് പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ട്രസ്റ്റഡ് ഇഷ്യൂ അല്ല, ജോലി ചെയ്തുകൊണ്ട് പോവാൻ നേരത്ത് തന്നെ നമുക്കവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്താണ് സംഗീത പുതിയൊരു ഇതായിട്ടാണ്, ധനു നീ അവിടെ നിർത്തിയിട്ടെങ്കിൽ വാ, ഇവിടെ ജോലിയുണ്ട്, ഇവിടെ എല്ലാം ശരിയാണ്, ഇവിടെ എല്ലാം സെറ്റാണ്. എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ധനുവായിട്ട് എനിക്ക് ധനു ഇല്ലാണ്ട് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. നമ്മൾ അത്ര നാള് അങ്ങനെ നിന്നവരല്ലേ. അപ്പൊ ഞാനും വിചാരിച്ചു ശരി കുഴപ്പമില്ല, കാരണം ഞാനും ട്രാവൽ ചെയ്ത് എപ്പോഴും വരുന്നതിനെക്കാട്ടി ഞാനും എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷെ സാമ്പാർ വെക്കാൻ പഠിച്ചു. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. കാരണം സംഗീത പോയി കഴിഞ്ഞു വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് വെക്കാൻ പഠിച്ചോട്ടോ. പക്ഷെ അല്ല വെക്കാൻ പഠിച്ചില്ല, ധനു കുക്കിംഗ് പഠിച്ചില്ല. പഠിച്ചു ചോറൊക്കെ പഠിച്ചേട്ടാ. ചോറൊക്കെ എനിക്ക് അമ്മ പഠിപ്പിച്ചു. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. ഇവിടെ വരുന്ന ആൾക്കാർ ദയവ് ചെയ്ത് കുക്കിംഗ് പഠിച്ചിട്ട് വരിക. ഇല്ലാന്നുണ്ടെങ്കിൽ സർവൈവ് ചെയ്യാം. നമ്മളെല്ലാം പുറത്തുനിന്ന് എപ്പോഴും നമ്മള് ഫുഡ് മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഞാനൊക്കെ പൈസ പോകുന്നത് അറിയത്തില്ല, നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന അറിയത്തില്ല. നമ്മൾ ചോദിക്കും ഇത്ര രൂപയുള്ളൂ ഒരു കോഫിയും ഒരു ബർഗർ മേടിച്ചിട്ട് ഇത്ര രൂപ പോയിട്ടുള്ളൂ. പക്ഷെ ഡെയിലി ആവുമ്പോഴത്തേക്ക് അത് പ്രശ്നമാവും, ഹെൽത്തി പ്രശ്നമാവും. ഞാനൊക്കെ ഫസ്റ്റ് ഇവിടെ വന്നിട്ടുള്ള ആഴ്ചയൊക്കെ ഞാൻ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് ജീവിച്ചിട്ടുള്ള സമയങ്ങളുണ്ട്. എന്തിനാന്നറിയോ, പൈസ ചെലവാക്കാൻ വയ്യാത്തോണ്ട് ഫ്രൂട്ട്സ് മാത്രം തിന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ ഫ്രൂട്ട്സ് മാത്രം തിന്ന് എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലടേ, അതാണ് കാര്യം. നീ മനസ്സിലാക്കുക, എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല. മാഗി ഉണ്ടാക്കാനേ അറിയുള്ളൂ. മാഗി ഉണ്ടാക്കാൻ കമന്റിൽ അറിയുക, അതിനെല്ലാം നിങ്ങൾ കമന്റിൽ അറിയുക. ഇപ്പൊ ഞാൻ അതുകൊണ്ട് എന്താ, ഞാൻ പ്രോയായി, ഞാൻ കാണിച്ചു തരാം എന്റെ കുക്കിംഗ് സ്കിൽസ്. അപ്പൊ അതിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ആകെ ക്ഷീണിക്കൊക്കെ ധനുവിന്റെ കോലം കാണും, ഞാൻ കാണിക്കാട്ടെ. ഞാൻ ഇന്ന സൈഡിൽ കാരണം നമ്മള് ജോലി എന്തെങ്കിലും കഴിക്കുക വരിക, ഞാൻ ഇല്ലാത്തത് കൊണ്ടാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനും ശരിയെന്ന് പറഞ്ഞ് അവിടെ റിസൈൻ ചെയ്തു. ഇങ്ങോട്ടേക്ക് വന്നു. കാരണം ഇവിടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒന്ന് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, ജോലിയൊക്കെ റെഡിയായി. അതെ, ഞാൻ വർക്ക് ചെയ്ത സെയിം റെസ്റ്റോറന്റിൽ തന്നെ ധനുവിന്റെ ജോബ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെയും കുഴപ്പമില്ലാതെ നമ്മളങ്ങനെ നന്നായിട്ടൊക്കെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ധനു വന്നത് സെപ്റ്റംബറിലായിരുന്നു, ഞാൻ ജൂണിൽ വന്നു. അഗെയിൻ ഈ ജൂൺ എന്നൊരു മാസം നമ്മളുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ മാസമാണ് കേട്ടോ. അതായത് ജൂണിലാണ് ഇങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും വന്നത്. വീണ്ടും ഞാൻ എഡ്മണ്ടനിൽ നിന്ന് ഫോർട്ട് സെന്റ് ജോണിലേക്ക് വന്നത് ജൂൺ മാസമാണ്. അപ്പോ ഇപ്പൊ ഞാൻ ഒരു വർഷമായിട്ടോ ഇവിടെ ഈ ഫോർട്ട് സെന്റ് ജോൺ സ്ഥലത്ത് വന്നിട്ട് ഒരു വർഷമായി ഞാൻ വന്നിട്ട്. അതാണ് ഇവിടെ വന്നിട്ട് അത് അറിയുന്ന പോലും ഇല്ല, ഓടുകയാണ് വർഷങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ധനു സെപ്റ്റംബറിൽ വന്നു. ഡിസംബർ ആയപ്പോഴത്തേക്കുമാണ് ട്വിസ്റ്റ്. ജോലി പോയി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വർക്ക് ചെയ്തോണ്ടിരുന്ന അവിടെ അത്രയും ഏർണിങ്സ് ഇല്ലാത്തത് കൊണ്ട് അവര് ക്ലോസ് ചെയ്തു, ഷോപ്പ് ക്ലോസ് ചെയ്തു. നമുക്കൊരു പെട്ടെന്ന് ഒരു ഐഡിയ, അവിടെ നിന്ന് എല്ലാ സ്റ്റാഫുകളും നമ്മൾ PR-ന് വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ അത്രയും വിശ്വസിച്ച് വന്നതാണ്. പക്ഷെ പെട്ടെന്നുള്ള ഒരാഴ്ചക്ക് മുന്നേ ആണ് നമ്മളടുത്ത് എംപ്ലോയർ പറയുന്നത് ഇങ്ങനെ ഷോപ്പ് ക്ലോസ് ചെയ്യാണ്. അപ്പം അതും ടൈം എന്ന് പറയുന്നത് വിന്ററിന്റെ ടൈമാണ്. വിന്ററിന്റെ ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, നമുക്ക് ജോലി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈമാണ് വിന്ററിന്റെ ടൈം. നമ്മളെല്ലായിടത്തും പോയി ചോദിച്ചാലും അവര് വിളിക്കാം, നമ്മളെ റെസ്യൂമൊക്കെ മേടിച്ചു വെക്കും. പക്ഷെ വിളിക്കാന്ന് പറഞ്ഞാലും അവർക്ക് ആളിന് ആവശ്യമില്ലായിരിക്കാം, അപ്പൊ വിളിക്കില്ല. അപ്പോ ധനു ആദ്യമായിട്ട് കാനഡ വന്നിട്ട് എന്താണ് അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളത് പഠിച്ചു. 2 മാസം ധനുവിന് ജോലിയില്ല. എനിക്ക് അപ്പത്തേക്കും ജോലി, ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് 2 മാസം തന്നെ ജോലി ഇല്ലാണ്ടല്ലേ. എനിക്ക് അപ്പൊ തന്നെ കിട്ടിയായിരുന്നല്ലോ. അതായത് എനിക്ക് ഡിസംബർ 31-ാം തീയതി ആ ഷോപ്പ് ക്ലോസ് ചെയ്തു. അപ്പത്തേക്കും തന്നെ എനിക്ക് അടുത്ത എംപ്ലോയറിനെ കണ്ടുപിടിക്കും. ജനുവരി 8-ാം തീയതി ഞാൻ കയറി, അടുത്ത ജോലിക്ക് ഞാൻ കയറിയിട്ട്. അപ്പൊ എനിക്ക് 8-ാം തീയതി തന്നെ അടുത്ത ജോലി കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ PR-ന് വെക്കാനായിട്ട് നമുക്ക് അങ്ങനെ ഡിസ്കണ്ടിന്യൂ ആകാൻ പാടില്ല, നമ്മൾ കണ്ടിന്യൂ ആയിട്ട് തന്നെ നമ്മൾ പോകണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത എംപ്ലോയറിനെ കണ്ടുപിടിച്ചു. ഭാഗ്യവശാൽ അതും ഒരു മലയാളിയാണ്. അപ്പൊ എന്റെ പ്രായമുള്ളൂ കേട്ടോ അവൾക്ക്. എനിക്ക് അങ്ങനെ നല്ല പെട്ടെന്ന് നമ്മൾക്ക് എന്ത് പറയാ, ദൈവത്തിന്റെ ഒരു
കയ്യിൽ നിന്നൊക്കെ വേണമെങ്കിൽ പറയാം. ധനു ഞാനോ ഇത് കാണുന്നില്ലേ ആരതിയോ ഞാനോ. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഇനി അടുത്തൊരു പ്രൊവിൻസ് മാറുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും അതിനുള്ളൊരു ടൈമില്ല. അപ്പൊ എനിക്ക് അതിന് മുന്നേ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ പെട്ടെന്ന് എന്തായാലും നമ്മളുടെ ഒരു ഫ്രണ്ട് ത്രൂ അനന്തു, അവന്റെ ചേച്ചിയാണ്, കസിനാണ് ആരതി. അപ്പോൾ അനന്തുവിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അനന്തു പെട്ടെന്ന് അങ്ങനെ ആരതിയുടെ പേര് നമുക്ക് സജസ്റ്റ് ചെയ്തു. അങ്ങനെ ആരതി വിളിച്ചു. അങ്ങനെ ആരതി എനിക്ക് ജോലി തന്നു. ഞാനും സേതു അങ്ങനെ അടുത്ത ജോലിക്ക് കയറി. നമ്മൾ സേതു ഞാനും ധനു ഒക്കെ ഞങ്ങൾ എല്ലാവരും ഒരിടത്തായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. ജോലി പോയപ്പോൾ നമ്മുടെ എല്ലാവരും ജോലി ഒരുമിച്ച് പോയി കിട്ടി. അങ്ങനെ സേതു ശരിക്കും സേതു എന്റെ വിശ്വസിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ പിന്നെ എന്തായാലും അവക്കും ജോലി പോയപ്പോ എനിക്ക് സങ്കടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ വീണ്ടും അടുത്ത ജോലിക്ക് കയറി. പിന്നെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയപ്പോഴും ധനുവിന് ജോലി ആയിട്ടുണ്ടായിരുന്നില്ല. റെസ്യൂമൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ ടിമോട്ടൻസിൽ എനിക്ക് കയറാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല വീണ്ടും. കാരണം നേരത്തെ നിന്ന് ഞാൻ ഒണ്ടാറി വെച്ച് 3 മാസേ ടിമോട്ടൻസിൽ നിന്നുള്ളൂ. ജോലി വേണമായിരുന്നു. ഭയങ്കര പാടാട്ടോ ടിമോട്ടൻസ്. അങ്ങനെ പിന്നെ ഞാൻ എന്റെ ആ എക്സ്പീരിയൻസ് വെച്ച് റെസ്യൂമെ വെച്ചിട്ട് ഞാൻ ടിമോട്ടൻസിൽ കൊണ്ടുപോയി കൊടുത്തു. അവിടെയും നമുക്ക് ഭാഗ്യമാണ് ഉണ്ടായിരുന്നത്. കാരണം അവിടെ ഓണർ ഉണ്ടായിരുന്നു അന്ന്. അതെ, ഓണർ ഉണ്ടായിരുന്നു. സംസാരിച്ചു നമുക്ക് അവിടെ കിട്ടി. സാധാരണ വിന്റർ ആയതുകൊണ്ട് കിട്ടാത്തതാണ്. അങ്ങനെ ഫെബ്രുവരി 15-ാം തീയതി എങ്ങാണ്ടായപ്പോഴല്ലേ ഞങ്ങൾ അങ്ങനെ ഫെബ്രുവരി 15-ാം തീയതി ആയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ടിമോട്ടൻസ് കയറി. അപ്പോൾ എനിക്ക് ഫുൾ ടൈം ഉണ്ട് കയറിയത്. ഞാനും പാർട്ട് ടൈം ആയിട്ടാണ്. കാരണം എനിക്ക് ഫുൾ ടൈം മറ്റേടത്തുണ്ട്. പാർട്ട് ടൈം ആയിട്ടാണ് ഗവൺമെന്റ് ഒപ്പം ഞാനും കയറിയത്. കാരണം ടിമോട്ടൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. നമുക്ക് വിചാരിക്കാൻ പറ്റാത്തതിൽ നമ്മൾ ഓടുകയല്ല, നമ്മൾ നടക്കുകയല്ല, നമ്മളിങ്ങനെ എയറില്ല. അങ്ങനെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നല്ല തിരക്കുള്ള ഷോപ്പാണ്. അപ്പോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ടിമോട്ടൻസിൽ കയറി. ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ കുറെ സ്ട്രഗിൾ ചെയ്യാണ്. കാരണം പറഞ്ഞല്ലോ, ഈ ജോലി ഇല്ലാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറെ പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്. നാട്ടില് നമുക്ക് കുറെ കമ്മിറ്റ്മെന്റ്. അതിനിടയ്ക്കാണ് ഞങ്ങൾ പറഞ്ഞു മറ്റേ നമ്മള് വസ്തുവൊക്കെ മേടിച്ചു. ഞങ്ങൾ എല്ലാം കൂടെ ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട്. ഞാൻ കുറച്ച് നാളെ യൂട്യൂബ് വീഡിയോ ഇടാത്തതിന്റെ കാര്യമൊക്കെ ഇതൊക്കെ നമ്മൾ ജോലി പോകുമ്പോ നമ്മള് ആകെ മെന്റലെല്ലാം നമ്മൾ അങ്ങ് ഡൗൺ ആയി പോകും. കാരണം ഈവൻ ഫെബ്രുവരിയിൽ ജോലി കിട്ടിയിട്ടും നമുക്ക് അതങ്ങോട്ട് ഓക്കെ ആയി വരാൻ നല്ല സമയം എടുത്തു. ഇപ്പോഴാണ് ഈ ഒരു സമയം ആയപ്പോഴാണ് നമ്മളൊന്ന് ഓക്കെ ആയത്. ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് എല്ലാം കൊണ്ട് അതൊക്കെയാണ് ഇവിടെയൊക്കെ വന്ന് എല്ലാരും സർവൈവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എല്ലാത്തിനെയും പ്രതീക്ഷിക്കുക. നമുക്ക് ജീവിതത്തിൽ എന്ത് ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. എല്ലാം ഇങ്ങനെ പകുതിയായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇനിയും മുന്നോട്ട് കുറെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആവാനായിട്ട് ഞങ്ങൾക്ക് കിടപ്പുണ്ട്. അപ്പൊ കാനഡയിൽ വന്നിട്ട് നമ്മള് ഇത്രത്തോളം നമുക്ക് സ്ട്രഗിളിങ് കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മളെ മുമ്പിലോട്ട് ചില ടൈമിൽ വരും. ചിലവര് നമുക്ക് പണികളുമായിട്ട് ചിലവര് വരാറുണ്ട്. ഇതെല്ലാം സ്വാഭാവികമാണ്. ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകുന്ന അപ്സ് ആൻഡ് ഡൗൺസ് എന്നൊക്കെ പറയത്തില്ല. അപ്പൊ നമുക്ക് ചിലപ്പം നമ്മുടെ കൂടെ മനുഷ്യന്മാരിൽ നിന്ന് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. നമ്മുടെ ഭാഗ്യവശാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇവിടെ വന്ന എല്ലാവരും വിചാരിക്കും ഒറ്റയ്ക്കായി പോയി എന്നുള്ള. അപ്പൊ അതെല്ലാം മാറ്റി വെച്ച് അല്ല, ഒറ്റയ്ക്കായി പോവൊന്നുമില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ധനു വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ടിമോട്ടൻസ് ഒക്കെ ഇപ്പൊ ഞങ്ങൾ നിർത്തിയിട്ടോ. ഞങ്ങള് ടിമോട്ടൻസിൽ നമ്മളിപ്പം നിർക്കാൻ പാർട്ട് ടൈം ആയിരുന്നു. അതിപ്പോ നിർത്തി. ഞാൻ അടുത്തൊരു ഫുൾ ടൈം ജോബിലോട്ടൊക്കെ ധനു കയറി. ഇപ്പൊ ഞാൻ ഫുൾ ടൈം ആണ്. ഇപ്പൊ നമ്മൾ കുഴപ്പമില്ലാതെ പോയി. എപ്പോഴാന്ന് അറിയുന്നില്ല, എപ്പോഴാന്ന് അറിയില്ല ഇതും പോലെ. പക്ഷെ അങ്ങനെ ഒരു നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ പോകുമെന്നല്ല. പക്ഷെ നമ്മൾ പിആറിന്റെ ഒരു ജേണിയുമായിട്ട് പോകുന്നോണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പൊ എല്ലാരും ചിന്തിക്കും സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഒരിടത്തൊക്കെ നിന്നൂടെ. പക്ഷെ നിൽക്കാൻ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ ഇങ്ങനെ പോകുന്ന സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. പിആർ എന്ന് പറഞ്ഞ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന എല്ലാവർക്കും ഇതിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റും. എന്താണ് അവരും കടന്നു പോകുന്ന വഴികള്. ഇപ്പൊ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരില്ലേ കാനഡയിൽ ഇപ്പൊ ഫോട്ടോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് അവർ വെൽ സെറ്റിൽ. അടിപൊളിയാണ് കാനഡ എന്ന് പറയുന്നത്. അടിപൊളിയാണ്. ജോലിയുണ്ട്, പൈസ ഉണ്ട്, ഫ്രീഡം ഉണ്ട്, നമ്മൾ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. കാനഡ വന്നിട്ട് എങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാം എന്നുള്ളത് ഞാൻ പഠിച്ചു. ഇപ്പൊ ധനു ഉണ്ട്, ധനു എനിക്ക് വേണം, ധനു എപ്പോഴും എന്റെ കൂടെ വേണം, അതെല്ലാം ഓക്കെ. പക്ഷെ ധനു എന്റെ കൂടെ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ ഇപ്പൊ നന്നായിട്ട് അറിയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പഠിക്കും. അതിപ്പോ ധനു ആയാലും ഞാനായാലും ഇവിടെ വരുന്ന ഏത് കുട്ടി ഇപ്പൊ +2 ഒക്കെ കഴിഞ്ഞിട്ട് മിക്ക കുട്ടികളും കൂടെ വരും. അവരൊരു വർഷം കഴിയുമ്പോഴത്തേക്കും ദേ വിൽ ബി സെൽഫ് ഡിപ്പെൻഡന്റ് ആയി. അവർ ഇൻഡിപെൻഡന്റ് ആയി. അവർ ആരെയും അവർ ഡിപ്പെൻഡ് ചെയ്യില്ല. അവർ സെൽഫ് ഡിപ്പെൻഡന്റ് ആണ്. അവർക്ക് അവർ തന്നെ ഉള്ളൂ എന്നുള്ളത് അവർ മനസ്സിലാക്കുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ അവിടെ നിന്ന് സർവൈവ് ചെയ്ത് മാറി നമ്മള് ചിന്തകളൊക്കെ മാറ്റി നമ്മൾ വീണ്ടും
നമ്മളുടെ കാര്യങ്ങൾ ദിനചര്യയിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതൊരു വലിയൊരു ലെസൺ തന്നെയാണ് കേട്ടോ. പക്ഷെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് ഒരിക്കലും എനിക്ക് കിട്ടില്ലാത്ത ഒരു കാര്യമാണ്. നമ്മള് കാരണം ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സാധനം മേടിക്കാൻ നമ്മൾ മടിച്ചു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പട്ടിണി കിടക്കും. അതുകൊണ്ട് നമ്മൾ പോയിരിക്കും, നമ്മൾ ചെയ്തിരിക്കും. നമ്മൾ അറിഞ്ഞുകൂടാതെയാണെങ്കിൽ നമ്മൾ ചെയ്തു പോകും. അതെ, ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഇംഗ്ലീഷ് ഒക്കെ എങ്ങനെ സംസാരിക്കുക ഇവിടെ ഇംഗ്ലീഷില് നമ്മൾ പറയൂടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോപ്പിൽ ഇപ്പൊ അതിന് പറഞ്ഞ കണക്ക് ഒരു ഷോപ്പിൽ പോയിട്ട് സാധനം മേടിച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ അവിടെ പറയും. അങ്ങനെ പറഞ്ഞു നമ്മള് ഓക്കെ ആവും. നമുക്ക് അടുത്ത വട്ടം ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ പേടിയില്ല. എനിക്കറിയാം എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം എന്നുള്ള ഒരു അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനത്തുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഞാൻ എന്നെ പറ്റി ചില സമയത്ത് ഞാൻ എന്നെ തന്നെ ആലോചിച്ച് ഭയങ്കര പ്രൗഡാവും. ഞാനോ പൊക്കുന്നു, സ്വന്തമായിട്ട് പൊക്കുന്നു, താഴെ ഇറങ്ങ പോവാം. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം. സന്തോഷവും സങ്കടങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഹാപ്പിയാണ്. എല്ലാമായിട്ട് ഇങ്ങനെ ഓക്കെ ആയി പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മള് കാനഡയെ പറ്റി പറയാനായിട്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഈ PR പ്രോസസ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ നമ്മള് വീഡിയോ ഞങ്ങൾ ആദ്യം നിന്നുള്ള ഒരു ജേണി ഉണ്ടല്ലോ അത് തുടങ്ങാം. അത് കറക്റ്റായിട്ട് പറയാം, എന്നാലേ അതിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറയാനും പറ്റും, എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ അതിനെ കുറിച്ച്. ഇത് ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ അപ്സ് ഉണ്ടാവും, ഡൗൺസ് ഉണ്ടാവും. എല്ലാവരും അതിനെയെല്ലാം തരണം ചെയ്ത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കമന്റുകളും പറഞ്ഞു കേട്ടോ. തീർച്ചയായിട്ടും തെറി വിളിക്കരുത് ആരും. അപ്പൊ അത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.